എന്തായാലും ഈ ഐറ്റം എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇപ്പം പിന്നെ മാങ്ങയൊക്കെ കഴിഞ്ഞു തുടങ്ങി, പിന്നെ മഴക്കാലമായി. എങ്കിലും അടുത്ത വർഷം മാങ്ങ ഉണ്ടാകുമ്പോൾ, അത് നമ്മുടെ നല്ല ചന്ദ്രക്കാരൻ മാങ്ങ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിലേ ഒത്തിരി ഉപകാരമാണ്. 2-3 വർഷം നമ്മൾക്ക് ഇരിക്കുകയും ചെയ്യും. മാങ്ങയില്ലാത്ത കാലത്ത് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുകയും ചെയ്യാം. അതോടൊപ്പം കുട്ടികൾക്ക് നല്ല മിഠായി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒരു ബോട്ടിലാക്കിയിട്ട് ഇത്തിരി പഞ്ചസാരയും ചേർത്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് കുട്ടികളൊക്കെ നല്ലപോലെ എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് നല്ലപോലെ ഒരു വല വെച്ച് മൂടി ഒരു 5-6 ദിവസം വെച്ച് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം എന്ന് മാത്രം. വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടും. ഇനി നല്ലൊരു കത്രിക വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം. കത്രികയില്ലേ, കത്തിയായാലും മതി കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് ഇതുപോലെ അങ്ങോട്ട് മടക്കി വെച്ച് ഒരു ബോട്ടിലോ നല്ലൊരു കവറിലോ ആക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാം മുറിച്ചെടുത്ത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്ത് വെക്കാറ്. ഈ കഷ്ണങ്ങൾ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അതല്ല, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇത് ചെറുതായി മുറിച്ചിട്ട് കഴിക്കാം. ഇല്ലേ, സലാഡിൻ്റെ കൂടെ ഇട്ട് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഈ വർഷം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നല്ല ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. ചന്ദ്രക്കാരൻ മാങ്ങ ഇല്ല എങ്കിൽ നമുക്ക് സാധാരണ ചെറിയ പുളിമാങ്ങ കിട്ടുമല്ലോ, അതും ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. പക്ഷേങ്കിൽ ഇത് മധുരം ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ മാങ്ങ പിഴിഞ്ഞ് അതേപോലെ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഉണക്കിയെടുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കുമ്പോൾ കുറച്ച് പഞ്ചസാര തൂവി കൊടുക്കുമ്പോൾ എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ചന്ദ്രക്കാരൻ മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റം.